വെൽക്കം ടു വേൾഡ് മെലോ. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ലെറ്റ്സ് സ്റ്റാർട്ട്. അഭയ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ് അഭയ? അടുത്തത് അഭയകിരണം. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി. 50 വയസ്സിനു മേലെയുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. 50 വയസ്സിനു മേലെയുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക. അന്നപ്രദായിനി. അട്ടപ്പാടി സംയോജിത ശിശുവികസന പദ്ധതിയിലെ 175 അംഗനവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് അന്നപ്രദായിനി. കുടുംബശ്രീ മിഷൻ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അട്ടപ്പാടി സംയോജിത ശിശുവികസന പദ്ധതിയിലെ 175 അംഗനവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് അന്നപ്രദായിനി. കുടുംബശ്രീ മിഷൻ വഴിയായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അന്നദായിനി. കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായിനി. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി. അനുയാത്ര. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതി. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതി അനുയാത്ര. അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി അമ്മത്തൊട്ടിൽ. അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അതുല്യം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതി. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കുന്ന പദ്ധതി. ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനായിട്ട് ജനസൗഹൃദ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആയുർദളം. ആലില പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പുമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി. വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്ന പദ്ധതിയാണിത്. സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായിട്ട് സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി. വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആലില പദ്ധതി. ആശാഭവൻ. മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ആശാഭവൻ. മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം ആശാഭവൻ. ആശാകിരണം. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. ആശ്വാസകിരൺ. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരൺ. 600 രൂപയാണ് പെൻഷൻ. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി 600 രൂപയാണ് പെൻഷൻ. ആശ്വാസ്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വയസ്സ് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയാണ് ആശ്വാസ്.
വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വയസ്സ് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയാണ് ആശ്വാസ്. ആരോഗ്യകിരണം. സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ആരോഗ്യകിരണം. അപ്തമിത്രം. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് അപ്തമിത്രം. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി അപ്തമിത്രം. ആഫ്റ്റർ കെയർ ഹോം. സാമൂഹിക നീതി വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം. സാമൂഹിക നീതി വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കാനുള്ള സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം. ഗവേണൻസ്. സർക്കാർ സേവനങ്ങൾ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഗവേണൻസ്. സർക്കാർ സേവനങ്ങൾ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതി ഗവേണൻസ്. ഉത്തരവാദിത്ത ടൂറിസം. സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് 2007 ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം. കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് 2007 ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം. കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എസ്കോർട്ട്. സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോർട്ട്. സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോർട്ട്. എൻ്റെ മരം. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. എൻ്റെ കൂട്. വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമസ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട്. വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർക്ക് രാത്രി വിശ്രമസ്ഥലം ഒരുക്കുന്ന പദ്ധതി എൻ്റെ കൂട്. IT at സ്കൂൾ. വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് IT at സ്കൂൾ. വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി IT at സ്കൂൾ. ഒരു നെല്ലും ഒരു മീനും. കുട്ടനാട്ടിലെ കോൾ നിലയങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. കുട്ടനാട്ടിലെ കോൾ നിലയങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഒരുമ. കേരള വിദ്യുച്ഛുദ്ധി ബോർഡിന്റെ ഓൺലൈൻ സംവിധാനമാണ് ഒരുമ. കേരള വിദ്യുച്ഛുദ്ധി ബോർഡിന്റെ ഓൺലൈൻ സംവിധാനമാണ് ഒരുമ. ഓപ്പറേഷൻ കുബേര. ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ കുബേര. ഓപ്പറേഷൻ സുരക്ഷ. അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹിക വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ. അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹിക വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അക്രമങ്ങൾ നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായുള്ള ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ. ഓപ്പറേഷൻ സുലൈമാനി. കോഴിക്കോട് ജില്ലാ കൂടവും
ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. ഓപ്പറേഷൻ സ്വീപ്പ്. പൊതുസ്ഥലങ്ങളിലും മറ്റു മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്വീപ്പ്. പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനായിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതി ഓപ്പറേഷൻ സ്വീപ്പ്. കരുത്ത്. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. പെൺകുട്ടികളിൽ ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കരുത്ത്. ക്യാൻസർ സുരക്ഷ. ക്യാൻസർ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ക്യാൻസർ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ക്യാൻസർ സുരക്ഷ. കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ സമ്പാദ്യ പദ്ധതി. 1 ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് 1 വർഷത്തിന് ശേഷം നിക്ഷേപ തുക തിരിച്ചു നൽകുകയും അതിന്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തുകയും ചേർത്ത് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണ് കാരുണ്യ സമ്പാദ്യ പദ്ധതി. 1 ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് 1 വർഷത്തിന് ശേഷം നിക്ഷേപ തുക തിരിച്ചു നൽകുകയും അതിന്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തുകയും ചേർത്ത് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണ് കാരുണ്യ സമ്പാദ്യ പദ്ധതി. കുരുവിക്കൊരു കൂട്. നിലനിൽപ്പിന് വൻ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാൻ തടികൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയാണ് കുരുവിക്ക് ഒരു കൂട്. നിലനിൽപ്പിന് വൻ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാൻ തടികൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയാണ് കുരുവിക്ക് ഒരു കൂട്. കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ആരംഭിച്ച ടാക്സി സർവീസ് കുടുംബശ്രീ ട്രാവൽസ്. ഇത്രയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.